ബി.ജെ.പിയിൽ സീറ്റ് കച്ചവട രാഷ്ട്രീയമാണ്. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി ചൂടും ചോറും വിയർപ്പും ചെലവഴിച്ച പ്രവർത്തകർക്ക് പകരം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം എത്തുന്ന സീറ്റ് മോഹികൾക്കും ഘടക കക്ഷികൾക്കും വാതിൽ തുറന്നിടുന്ന നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കുന്നത്. വിജയ സാധ്യത എന്ന പേരിൽ പാർട്ടിക്ക് പുറത്തു നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുകയും ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യുമ്പോൾ ആശയാധിഷ്ഠിത രാഷ്ട്രീയം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന വിമർശനം ശക്തമാകുകയാണ്. കഴിവിനും വിശ്വാസ്യതയ്ക്കും പ്രാധാന്യമെന്ന വാഗ്ദാനം ആവർത്തിക്കുന്ന നേതൃത്വം സീറ്റ് പങ്കിടലിന്റെ കാര്യത്തിൽ സ്വന്തം പ്രവർത്തകരെ പിന്നിലാക്കുന്നുവെന്ന ആക്ഷേപമാണ് നേതാക്കൾക്കിടയിൽ ഉയർന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും മത്സരിക്കാൻ സീറ്റ് ലഭിക്കില്ല. ഘടക കക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടി വരുന്നതും വിജയ സാധ്യത കണക്കിലെടുത്ത് പാർട്ടിക്ക് പുറത്തുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുകയും ചെയ്യുന്നതാണ് കാലങ്ങളായി ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ഇക്കുറി വിനയാകുന്നത്. സീറ്റ് മോഹികളായി എത്തുന്നവർ സ്ഥാനാർത്ഥികളാകുന്നതോടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി പാർട്ടിയിലെത്തിയവർ ഇക്കുറി പോസ്റ്റർ ഒട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ഘടക കക്ഷികളുടെ സീറ്റ് ആവശ്യങ്ങൾ കുത്തനെ ഉയരുകയും മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലെ ബി.ജെ.പിയിലുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ബി.ജെ.പിയിലെ രണ്ടാം മൂന്നാം നിര നേതാക്കളുടെ വലിയൊരു വിഭാഗം ഇത്തവണ മത്സര പട്ടികയിൽ നിന്ന് പുറത്താകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് രംഗത്തെ പതിവ് മുഖങ്ങളിൽ പലരും മാറി നിൽക്കുമെന്നതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ബി.ഡി.ജെ.എസും പുതുതായി എൻ.ഡി.എയിലെത്തിയ 2020യും സീറ്റ് പങ്കിടലിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ ഘടക കക്ഷികൾക്ക് 50 മുതൽ 60 സീറ്റുകൾ വരെ നൽകേണ്ടി വരുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. ഇതോടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തയ്യാറെടുപ്പുകൾ തുടങ്ങിയ പല ബി.ജെ.പി നേതാക്കൾക്കും സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ലെന്ന് ഉറപ്പായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മികച്ച പ്രകടനം കാഴ്ചവെച്ച കായംകുളം, വർക്കല ഉൾപ്പെടെ ഏകദേശം 1 ഡസൻ മണ്ഡലങ്ങളിലേക്കാണ് ബി.ഡി.ജെ.എസ് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നത്. 2016-ൽ 37 സീറ്റുകളിൽ മത്സരിച്ച ബി.ഡി.ജെ.എസ് 2021-ൽ 21 സീറ്റിലേക്ക് ചുരുങ്ങി. എന്നാൽ ഇക്കുറി 40 സീറ്റ് ആവശ്യപ്പെട്ടാണ് അവർ രംഗത്തുള്ളത്. 2020 30 സീറ്റ് എന്ന ആവശ്യവുമായാണ് മുന്നോട്ട് വരുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥികൾ ബി.ജെ.പി സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടിയ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 10 സീറ്റിൽ കൂടുതൽ നൽകുന്നത് ശരിയല്ലെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം മറ്റ് പാർട്ടികളിൽ നിന്ന് എത്തിയവർ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും മാറിപ്പോകുന്ന പ്രവണതയാണെന്ന് രണ്ടാം നിര നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ എത്തിയവരിൽ 10% താഴെ പേരുകൾ മാത്രമാണ് പിന്നീട് പാർട്ടിയിൽ സജീവമായി തുടരുന്നതെന്നും അവർ കണക്കുകൾ നിരത്തുന്നുണ്ട്. സീറ്റ് പങ്കിടലിന് മുൻപ് ഘടക കക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവാരമുള്ള സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ വർക്കല, റാന്നി, കായംകുളം, അരൂർ, പറവൂർ, നെന്മാറ തുടങ്ങിയ മണ്ഡലങ്ങൾ തിരിച്ചെടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന സൂചനയും നേതൃത്വം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം.